നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വ്യാഴം അഥവാ ഗുരു. ഭാഗ്യത്തിന്റെയും വിദ്യയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ പ്രതീകമായാണ് വ്യാഴത്തെ ജ്യോതിഷം കാണുന്നത്. 2026 മാർച്ച് മാസം ജ്യോതിഷ സംബന്ധമായി നോക്കുമ്പോൾ എല്ലാവർക്കും വളരെ നിർണായകമായ ഒരു സമയമാണ്. ഈ മാസത്തിൽ ആകാശത്ത് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ ഭാഗ്യഗ്രഹം എന്ന് വിളിക്കുന്ന വ്യാഴം അതിന്റെ സഞ്ചാരപാതയിൽ വരുത്തുന്ന ഒരു മാറ്റമാണ് ഇതിന് കാരണം. എന്താണ് വക്രഗതിയും നേർഗതിയും? കഴിഞ്ഞ കുറച്ചു കാലമായി വ്യാഴം വക്രഗതിയിലായിരുന്നു. ലളിതമായി പറഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്രഹം പിന്നിലേക്ക് സഞ്ചരിക്കുന്നതായി തോന്നിപ്പിക്കുന്ന അവസ്ഥയാണിത്. ജ്യോതിഷത്തിൽ വ്യാഴം വക്രഗതിയിലാകുമ്പോൾ ആ ഗ്രഹം നൽകേണ്ട ശുഭഫലങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാൻ വൈകുകയോ പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം ലഭിക്കാതിരിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ 2026 മാർച്ച് 11 വ്യാഴം ഈ വക്രഗതി അവസാനിപ്പിക്കുന്നു. തുടർന്ന് നേർരേഖയിലുള്ള സഞ്ചാരം അഥവാ നേർഗതി ആരംഭിക്കുകയാണ്. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. നിലവിൽ വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. അതുകൊണ്ട് തന്നെ മിഥുനം രാശിയിലൂടെയുള്ള ഈ മുന്നോട്ടുള്ള യാത്ര വളരെ ശുഭകരമാണ്. മേടം രാശിക്കാർക്ക് ഇതെങ്ങനെ ഗുണകരമാകും? ഈ മാറ്റം 12 രാശികളെയും ബാധിക്കുമെങ്കിലും മേടം രാശിക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് നൽകാൻ പോകുന്നത്. മേടം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് മിഥുനം രാശി എന്നത് അവരുടെ 3ാം ഭാവമാണ്. ജ്യോതിഷത്തിൽ 3ാം ഭാവം എന്നത് ധൈര്യം, ആത്മവിശ്വാസം, ആശയവിനിമയം, സഹോദരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യാഴം നേർഗതിയാകുന്നതോടെ മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി പറയുന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന മാനസികമായ തളർച്ച മാറുകയും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യം ലഭിക്കുകയും ചെയ്യും. ജോലിയിലോ ബിസിനസ്സിലോ ഉണ്ടായിരുന്ന ചെറിയ തടസ്സങ്ങൾ പതുക്കെ മാറി തുടങ്ങും. ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നുണ്ടെങ്കിൽ ഈ സമയം അതിനനുകൂലമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കാൻ തുടങ്ങും. ചുരുക്കത്തിൽ മാർച്ച് 11 മുതൽ വ്യാഴത്തിന്റെ അനുഗ്രഹം മേടം രാശിക്കാർക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും പുരോഗതിയും നൽകും. നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ഈ മാറ്റം എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. മേടം രാശിക്കാർ പൊതുവെ എങ്ങനെയുള്ളവരാണ് എന്ന് നമുക്കറിയാം. രാശിചക്രത്തിലെ 1ാമത്തെ രാശിയായ മേടത്തിന്റെ അധിപൻ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ ജന്മനാ ധൈര്യവും തന്റെ ഇടവും എന്തിനും മുൻപിൽ നിൽക്കാനുള്ള ഒരു പ്രത്യേക ഊർജവും ഈ രാശിക്കാർക്ക് കൂടുതലായിരിക്കും. ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചിരുന്ന ആ സമയത്ത് സാധാരണ നിങ്ങൾ കാണിക്കാറുള്ള ആ പഴയ ആവേശമോ ധൈര്യമോ എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോലും മനസ്സിന് വലിയൊരു മടി അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ അനാവശ്യമായ ഭയം നിങ്ങളെ വേട്ടയാടുകയോ ചെയ്തിട്ടുണ്ടാകാം. തീരുമാനങ്ങൾ തെറ്റായി പോകുമോ എന്നുള്ള അല്ലെങ്കിൽ ഒരുതരം പരാജയ ഭീതി മൂലമുള്ള ആത്മവിശ്വാസക്കുറവ് കാരണം പല നല്ല അവസരങ്ങളും നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ ഉള്ളിലെ ആ സിംഹവീര്യം ഒന്ന് മയങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു അത്. എന്നാൽ 2026 മാർച്ച് 11 വ്യാഴം തന്റെ നേർരേഖയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നതോടെ ഈ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്. വ്യാഴം നിങ്ങളുടെ 3ാം ഭാവത്തിൽ അഥവാ മിഥുന രാശിയിൽ ശക്തനാകുന്നതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയായി വർദ്ധിക്കും. മനസ്സിൽ അനാവശ്യമായി നിഴലിച്ചിരുന്ന ആ ഭയവും ആശങ്കകളും പൂർണ്ണമായും മാറിപ്പോകും. പകരം എന്തിനേയും നേരിടാൻ ഉറച്ച മനസ്സ് നിങ്ങൾക്ക് കൈവരും. ഒരു കാര്യത്തിനു വേണ്ടി ആരെങ്കിലും വരുന്നതുവരെ കാത്തു നിൽക്കുന്ന സ്വഭാവം മാറി നിങ്ങൾ തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ മുൻകൈയെടുക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളുടെ പ്രവർത്തികളിൽ പ്രകടമാകും. മുൻപ് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് സമയം കളഞ്ഞിരുന്നുവെങ്കിൽ ഇനി മുതൽ കാര്യങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാനും
കൃത്യമായ തീരുമാനങ്ങളിലെത്താനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സ് പറയുന്നത് ശരിയാണെന്ന ബോധ്യം നിങ്ങൾക്ക് തന്നെയുണ്ടാകും. നിങ്ങളുടെ സംസാരത്തിലും ഇടപെടലുകളിലും ഒരു പ്രത്യേക ഗാംഭീര്യം ഈ സമയത്ത് വരും. ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനും നിങ്ങളുടെ വാക്കുകൾക്ക് വില നൽകാനും തുടങ്ങും. ചുരുക്കത്തിൽ, നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ ആ പഴയ ധീരനായ മേടം രാശിക്കാരനെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന സമയമാണ് മാർച്ച് 11 ശേഷം വരുന്നത്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അവരുടെ കരിയർ അല്ലെങ്കിൽ ഉപജീവന മാർഗം. വ്യാഴം മിഥുനൻ രാശിയിൽ നേർഗതിയാകുന്നത് നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തന്നെ വഴിതെളിക്കും. മേടം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ്. ജ്യോതിഷത്തിൽ 3-ാം ഭാവം എന്നത് നമ്മുടെ ആശയവിനിമയത്തെയും ധൈര്യത്തെയും ചുറ്റുപാടുകളുമായുള്ള ഇടപെടലുകളെയും സൂചിപ്പിക്കുന്നു. വ്യാഴം നേർഗതിയാകുന്നതോടെ നിങ്ങളുടെ സംസാരത്തിൽ ഒരു പ്രത്യേക വശീകരണ ശക്തി പ്രകടമാകും. ജോലിസ്ഥലത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് സഹപ്രവർത്തകരും മേലധികാരികളും കൂടുതൽ പ്രാധാന്യം നൽകും. മുൻപ് നിങ്ങൾ അവതരിപ്പിച്ച ആശയങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ആ അവസ്ഥ മാറും. മീറ്റിങ്ങുകളിലും മറ്റും നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. സഹപ്രവർത്തകരുമായോ ബോസുമായോ കഴിഞ്ഞ കുറെ നാളുകളായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് ഈ കാലയളവ് വളരെ ലാഭകരമായിരിക്കും. മുടങ്ങിക്കിടന്ന ബിസിനസ് ഡീലുകൾ അല്ലെങ്കിൽ കരാറുകൾ ഈ സമയത്ത് ഒപ്പിടാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് അതിനുള്ള കൃത്യമായ വഴികൾ തെളിഞ്ഞു വരും. ബിസിനസ് വളർത്തുന്നതിനാവശ്യമായ പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി ദീർഘകാല ബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൃത്യമായി ഫലവത്താകുന്ന സമയമാണിത്. വ്യാഴത്തിന്റെ ഈ മാറ്റം ചില പ്രത്യേക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരട്ടി മധുരമാണ് നൽകുന്നത്. പത്രപ്രവർത്തകർ, എഴുത്തുകാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നിവർക്ക് തങ്ങളുടെ സർഗാത്മകത പുറത്തെടുക്കാൻ ഈ സമയം സഹായിക്കും. നിങ്ങളുടെ എഴുത്തുകൾക്കും വീഡിയോകൾക്കും വലിയ ജനപ്രീതി ലഭിക്കും. ട്രാവൽ ഏജൻസി നടത്തുന്നവർക്കോ ടൂറിസം മേഖലയിലുള്ളവർക്കോ വിദേശ യാത്രകൾ സംഘടിപ്പിക്കുന്നവർക്കോ ബിസിനസ്സിൽ വലിയ മുന്നേറ്റമുണ്ടാകും. സെയിൽസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം വളരെ എളുപ്പത്തിൽ ടാർഗറ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നവർക്കും അധ്യാപകർക്കും തങ്ങളുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പകരാൻ വ്യാഴം വലിയ രീതിയിൽ സഹായിക്കും. ചുരുക്കത്തിൽ, നിങ്ങളുടെ കരിയറിലെ മരവിപ്പ് മാറി പുതിയ ഊർജത്തോടെ മുന്നേറാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ സമയത്ത് ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും ഭാവിയിൽ വലിയ നേട്ടങ്ങളായി മാറും. മേടം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുതരം കയറ്റവും ഇറക്കവും അല്ലെങ്കിൽ അനിശ്ചിതത്വം തന്നെ നിലനിന്നിട്ടുണ്ടാകാം. ആ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റമാണ് മാർച്ച് 11 ശേഷം വരുന്നത്. പണം വരുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല എന്ന പരാതി മേടം രാശിക്കാർ ഈ കാലയളവിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. കൃത്യമായ ഒരു ബജറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കാത്ത വിധം അപ്രതീക്ഷിത ചിലവുകൾ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. എന്നാൽ വ്യാഴം നേർഗതിയാകുന്നതോടെ പണത്തിന്റെ വരവിനെക്കുറിച്ചും ചിലവിനെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കും. എവിടെ നിന്നും പണം വരുമെന്നും അത് എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഈ സമയം കൈവരും. മുൻപാർക്കെങ്കിലും കടം കൊടുത്ത പണം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നൽകിയ സഹായം എന്നിവ തിരികെ ലഭിക്കാൻ സാധ്യത തെളിയും. ഓഫീസിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ലഭിക്കേണ്ട കുടിശ്ശികകൾ, ഇൻഷുറൻസ് തുകകൾ എന്നിവ തടസ്സങ്ങൾ മാറി നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. ഇതിനായി നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതിയാകും. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. മേടം രാശിക്കാർ പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടൻ സ്വന്തമാക്കാൻ പണം ചെലവാക്കുന്നവരാണ്. എന്നാൽ മിഥുനത്തിലെ വ്യാഴം നിങ്ങൾക്ക് ഈ സമയം സാമ്പത്തിക അച്ചടക്കം നൽകും. ലളിതമായ ജീവിതശൈലിയിലൂടെ അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാവിയിലേക്കായി ഒരു തുക കരുതി വെക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യും. ചെറിയ സമ്പാദ്യങ്ങൾ പോലും ഭാവിയിൽ വലിയ ഗുണം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ നീക്കിവെക്കുന്ന സമയമാണിത്. പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ ഗുണകരമാണ്.
ഭൂമി, സ്വർണം അല്ലെങ്കിൽ ഓഹരി വിപണി എന്നിവയിൽ നിക്ഷേപിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കും. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഈ രംഗത്തെ വിദഗ്ധരുടെ ഉപദേശം തേടി മാത്രം മുന്നോട്ടു പോവുക. വലിയ റിസ്കുകൾ എടുക്കുന്നതിന് മുൻപ് കുടുംബാംഗങ്ങളോടോ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ ആലോചിക്കുന്നത് നന്നായിരിക്കും. ചുരുക്കത്തിൽ സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന കാലമാണ് മാർച്ച് 11 മുതൽ നിങ്ങൾക്ക് മുന്നിലുള്ളത്. അമിതമായ ആവേശം കാണിക്കാതെ വിവേകത്തോടെ പണം കൈകാര്യം ചെയ്താൽ വ്യാഴത്തിന്റെ ഈ വക്രഗതിയിലുണ്ടായ മാറ്റം നിങ്ങൾക്ക് വലിയ ഐശ്വര്യങ്ങൾ നൽകും. വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നേർഗതിയാകുന്നത് കുടുംബ ബന്ധങ്ങളിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. ജ്യോതിഷത്തിൽ 3-ാം ഭാവം എന്നത് സഹോദര സ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഈ സഞ്ചാരം നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ബന്ധത്തെ വളരെയധികം സ്വാധീനിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി സഹോദരങ്ങളുമായി എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അകൽച്ചയോ നിലനിന്നിരുന്നുവെങ്കിൽ അതൊക്കെ മാറി പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്ന സമയമാണിത്. അവർക്കായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ചെറിയ ചില ത്യാഗങ്ങളോ ചെയ്യേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ സമയമോ പണമോ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങളോ ആകാം. എന്നാൽ നിങ്ങളുടെ ആ മനോഭാവം കുടുംബത്തിൽ വലിയൊരു സമാധാനവും സന്തോഷവും കൊണ്ടുവരും. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കാനും ഇത് കാരണമാകും. ഈ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന് മാറി കുടുംബാംഗങ്ങളോടൊപ്പം ചെറിയ ദൂരങ്ങളിലേക്ക് യാത്രകൾ പോകാൻ സാധിക്കും. അതൊരു തീർത്ഥയാത്രയോ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന വിനോദയാത്രകളോ ആകാം. ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള മാനസികമായ അടുപ്പം വർദ്ധിക്കാൻ സഹായിക്കും. മനസ്സിൽ പ്രണയം കൊണ്ട് നടക്കുന്നവർക്കും അല്ലെങ്കിൽ വിവാഹാലോചനകൾ നടത്തുന്നവർക്കും ഈ കാലയളവ് വളരെ പ്രതീക്ഷാ നിർഭരമാണ്. വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാനും കാര്യങ്ങൾ ശുഭകരമായി തീരുമാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ വീട്ടിലെ മുതിർന്നവരുമായി സംസാരിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കൂടുതൽ വ്യക്തതയും സന്തോഷവും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ അനുകൂല സാഹചര്യം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറക്കാൻ ഉപയോഗിക്കുക. വ്യാഴം ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും പ്രതീകമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ കാലഘട്ടമാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പല വിദ്യാർത്ഥികളും നേരിട്ടിരുന്ന പ്രധാന പ്രശ്നമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ. എത്ര നേരം പുസ്തകത്തിന് മുന്നിലിരുന്നാലും ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയോ അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോകുന്ന സാഹചര്യമോ ഉണ്ടായിട്ടുണ്ടാകാം. മാർച്ച് 11 കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മെന്റൽ ബ്ലോക്ക് മാറും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും ദീർഘനേരം പഠനത്തിൽ ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് സാധിക്കും. മനസ്സ് കൂടുതൽ ഏകാഗ്രമാവുകയും പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന മേടം രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ബിരുദ പഠനത്തിനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാനും വിദേശയാത്രയ്ക്കുള്ള വഴികൾ തെളിയാനും ഈ വ്യാഴമാറ്റം സഹായിക്കും. മത്സര പരീക്ഷകൾ, PSC, ബാങ്ക് പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റ് പ്രവേശന പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് ഈ കാലയളവ് വലിയ ആത്മവിശ്വാസം നൽകും. പരീക്ഷയെക്കുറിച്ചുള്ള അനാവശ്യ ഭയം നിങ്ങളുടെ പ്രകടനത്തെ ബാധിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ ആ പേടി മാറി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർത്തെടുക്കാനും പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാനും വ്യാഴത്തിന്റെ ഈ നേർഗതി സഞ്ചാരം നിങ്ങളെ സഹായിക്കും. 3-ാം ഭാവത്തിലെ വ്യാഴം നിങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കും. വെറും അക്കാദമിക് പഠനം മാത്രമല്ല, പുതിയൊരു ഭാഷ പഠിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സാങ്കേതിക വിദ്യ വശത്താക്കുകയോ ചെയ്യുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഈ അറിവുകൾ ഭാവിയിൽ നിങ്ങളുടെ കരിയറിന് വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. ചുരുക്കത്തിൽ മേടം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവിനെ പൂർണ്ണമായും പുറത്തെടുക്കാൻ കഴിയുന്ന സമയമാണിത്.
2026 മാർച്ച് 11 മുതൽ വ്യാഴം മിഥുനത്തിൽ നേർഗതിയിലാകുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ഉണർവിന്റെ കാലമാണ്. മടി മാറ്റിവെച്ച് പരിശ്രമിച്ചാൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ നില കൂടി അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാം. എങ്കിലും പൊതുവെ ഈ കാലയളവ് നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.